Good morning, all. Good morning, ma'am. എല്ലാവരും കേറുന്ന ലേറ്റ് ആണല്ലോ. 34 കഴിഞ്ഞ ദിവസം മിസ് എടുത്ത് നോക്കിയോ എല്ലാവരും? മെറ്റീരിയൽസ് മാനേജ്മെന്റ് നോക്കിയോ എല്ലാവരും? ക്ലിയർ ആണോ? കോഡിഫിക്കേഷൻ വരെയാണല്ലേ എടുത്തത്. നമ്മ കോഡിഫിക്കേഷൻ പഠിച്ചില്ലേ? മിസ് എടുത്തില്ലേ? കോഡിഫിക്കേഷൻസില് 4th 1 വരെയും പറഞ്ഞല്ലേ? ഡെസിമൽ സിസ്റ്റം വരെയും പറഞ്ഞല്ലോ മിസ് അല്ലേ? ഓക്കെ, ബാക്കി സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. മിസ് ക്ലാസ് എടുക്കാം. നെക്സ്റ്റ് വരുന്നത് കോഡാക് സിസ്റ്റം. നമ്മ ഏതൊക്കെയാ പഠിച്ച? ഫസ്റ്റ് വൺ ന്യൂമറിക്കൽ കോഡിഫിക്കേഷൻസ് അല്ലെ? എന്താണ് നമ്മ ഐറ്റംസിലെ നമ്മുടെ സ്റ്റോക്കിലുള്ള അല്ലെ, നമ്മുടെ സ്റ്റോറിലുള്ള ഐറ്റംസിനെ നമ്മ എങ്ങനെയാണ് കോഡിഫൈ ചെയ്യുന്നത്? നമ്മ പെർട്ടിക്കുലർ നമ്പേഴ്സ് വെച്ചിങ്ങാണിട്ട് അല്ലെ, ന്യൂമറൽസ് വെച്ചിങ്ങാണിട്ട് കോഡിഫൈ ചെയ്യാൻ തരംതിരിക്കുന്നതിനെയാണ് ന്യൂമറിക്കൽ കോഡിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് എന്താണ്? ആൽഫബറ്റിക്കൽ കോഡിഫിക്കേഷൻ, ആൽഫബറ്റിക്കൽ സിസ്റ്റം അല്ലെ. ആൽഫബറ്റിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മ മെറ്റീരിയൽസിനെ അല്ലെങ്കിൽ സ്റ്റോറിലുള്ള എന്തെങ്കിലും ഐറ്റംസിനെ നമ്മ എന്ത് വെച്ചാണ്? ആൽഫബറ്റ്സ് ഉപയോഗിച്ച് A to Z ആൽഫബറ്റ്സ് ഉപയോഗിച്ചിട്ട് കോഡിഫൈ ചെയ്യുന്നതിനെയാണ് ആൽഫബറ്റിക്കൽ കോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മ എന്തറിയുന്നു? ഇപ്പൊ സർജിക്കൽ എക്യുപ്മെന്റ് ആണെങ്കിൽ, സർജിക്കൽ സെക്ഷനിൽ എന്തെങ്കിലും ഐറ്റംസ് ആണെങ്കിൽ നമ്മ എന്ത് പറയും? SUR അല്ലെ, സർജറിയുടെ ഫസ്റ്റ് 3 ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മ അതിനെ കോഡിഫൈ ചെയ്യുന്നു. മൂന്നാമത് വരുന്നത് ആൽഫ ന്യൂമറിക്കൽ സിസ്റ്റം എന്ന് വെച്ചാൽ നമ്മ എന്താണ്? നമ്പേഴ്സ് വെച്ചിട്ടും നമ്മ ആൽഫബറ്റ്സ് വെച്ചിട്ടും രണ്ടിന്റെ കോമ്പിനേഷനില് നമ്മ മെറ്റീരിയൽസിനെ അല്ലെങ്കിൽ ഐറ്റംസിനെ നമ്മ കോഡിഫൈ ചെയ്യുന്നതിനെയാണ് ആൽഫ ന്യൂമറിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മ ഫസ്റ്റ് പറയുന്നത് എന്താണ്? 1 2 3 SUR എന്ന് പറയുകയാണെങ്കിൽ എന്താണ്? 1 2 3 എന്നുള്ളത് അതിന്റെ മെയിൻ ഗ്രൂപ്പിനെയും പിന്നെ SUR സർജിക്കലിന്റെ SUR അതിന്റെ എന്തിനെയാണ്? സബ് ഗ്രൂപ്പിനെയും കോഡിഫൈ ചെയ്യുന്നു. നമുക്കത് തിരിച്ചും പറയാം അല്ലെ. ഫസ്റ്റ് നമുക്ക് ആൽഫബറ്റ്സ് ഉപയോഗിക്കാം, രണ്ടാമത് ന്യൂമറിക്കൽ വെച്ച് കാണിട്ടും നമുക്ക് തിരിച്ചും ആ മെറ്റീരിയൽസിനെ അല്ലെങ്കിൽ ഐറ്റംസിനെ കോഡിഫൈ ചെയ്യാം. നെക്സ്റ്റ് പറയുന്നത് ഡെസിമൽ സിസ്റ്റം. നമ്മൾ ഏതെങ്കിലും പെർട്ടിക്കുലർ ഐറ്റംസിനെ അല്ലെങ്കിൽ സ്റ്റോറിലുള്ള എന്തെങ്കിലും മെറ്റീരിയൽസിനെ അല്ലെങ്കിൽ പ്രോഡക്ട്സിനെ നമ്മൾ ഡെസിമലിലെ ദശാംശ സംഖ്യകൾ വെച്ച് കോഡിഫൈ ചെയ്യുകയാണെങ്കിൽ, തരംതിരിക്കുകയാണെങ്കിൽ അതിനെയാണ് ഡെസിമൽ സിസ്റ്റം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ആ 4 പോയിന്റ്, 4 സിസ്റ്റം ക്ലിയർ ആയോ? ക്ലിയർ ആണോ? ബാക്കി എന്താ? ആരും ഒരു മറുപടി ഇല്ലല്ലോ. ഓക്കെ ആണ്. ഓക്കെ, നെക്സ്റ്റ് കൊഡാക് സിസ്റ്റം. കൊഡാക് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ 10 ഡിജിറ്റ് യൂസിങ് 10 ഡിജിറ്റ് ടു റെപ്രസെന്റ് an items. This better to use in surgical department. നമ്മ ഒരു 10 അക്ക നമ്പർ വെച്ച് കാണിട്ട് അല്ലെ, 10 ഡിജിറ്റ് 10 അക്ക നമ്പർ വെച്ച് കാണിട്ട് മെറ്റീരിയൽസിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഐറ്റംസിനെ നമ്മൾ കോഡിഫൈ ചെയ്യുന്നതിനെയാണ്
കൊഡാക് സിസ്റ്റം എന്ന് പറയുന്നത്. ദിസ് ഈസ് ബെറ്റർ ടു യൂസ് ഇൻ സർജിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ അല്ലെ നമ്മുടെ സർജറി ആ സെക്ഷനിലെ എക്യുപ്മെന്റുകളെയോ അല്ലെങ്കിൽ മെറ്റീരിയൽസിനെയോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഐറ്റംസിനെയാണ് നമ്മൾ കൊഡാക് സിസ്റ്റം വെച്ച് കൂടുതലായി കോഡിഫൈ ചെയ്യുന്നത്. ഓക്കെ ആയോ? കൊഡാക് സിസ്റ്റം 10 നമ്പർ വെച്ചിങ്ങാണ്ടിട്ട് അല്ലെ. അപ്പൊ ചിലപ്പോ എങ്ങനെയായിരിക്കും 0 to 9 വരെയുള്ള നമ്പേഴ്സ് വെച്ചിങ്ങാണ്ട് നമുക്ക് കോഡിഫൈ ചെയ്യാലോ. 0, 1, 2, 3, 4 അല്ലെ. ഓക്കെ ആണോ? അപ്പൊ എന്താണ് ഇത് കൂടുതലായി കൊഡാക് സിസ്റ്റം ഉപയോഗിച്ചിട്ട് കൂടുതലായി നമ്മൾ കോഡിഫൈ ചെയ്യുന്നത് എവിടുത്തെ ഐറ്റംസിനെയാണ്? സർജിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ ഐറ്റംസിനെയാണ്. ഓക്കെ ആയോ? ക്വസ്റ്റ്യൻ ചോദിക്കാട്ടോ. കൊഡാക് സിസ്റ്റം ദിസ് ഈസ് ബെറ്റർ ടു യൂസ് ഇൻ ഡാഷ് ഡിപ്പാർട്ട്മെന്റ്. കൊഡാക് സിസ്റ്റം ഈസ് ബെറ്റർ ടു യൂസ് ഇൻ ഡാഷ് ഡിപ്പാർട്ട്മെന്റ് ചോദിക്കാട്ടോ. അടയാളപ്പെടുത്താം, അണ്ടർലൈൻ ചെയ്യാട്ടോ. പിന്നെ ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നമ്പേഴ്സ് വെച്ചിങ്ങാണിട്ട് കോഡിഫൈ ചെയ്യുന്നത് ഏത് കോഡിഫിക്കേഷൻ സിസ്റ്റം ആണ്, അല്ലെങ്കിൽ ആൽഫബറ്റ്സ് വെച്ചിങ്ങാണ്ട് കോഡിഫൈ ചെയ്യുന്നത് ഏത് സിസ്റ്റം ആണ്, അല്ലെങ്കിൽ എന്താണ് ആൽഫ ആൻഡ് ന്യൂമറിക്കൽ ആൽഫബറ്റ്സും ന്യൂമറിക്കൽ വെച്ച് ഉപയോഗിക്കുന്നത് ഏത് സിസ്റ്റത്തിനെയാണെന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ വരാട്ടാ. ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്, അടയാളപ്പെടുത്താം. നെക്സ്റ്റ് ബ്രിഷ് സിസ്റ്റം. ബ്രിഷ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? യൂസിങ് 7 digit ടു റെപ്രസെന്റ് സ്പെസിഫിക് ആയിട്ടാണ്. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രത്യേക ഐറ്റത്തിനെ നമ്മൾ 7 digit വെച്ച് കാണിട്ട് സൂചിപ്പിക്കുകയാണെങ്കിൽ, നമ്മൾ കോഡിഫൈ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ബ്രിഷ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ന്യൂമറിക്കൽ സിസ്റ്റം. ഇതിന്റെ ബേസിസിലാണ് നമുക്കറിയാം അല്ലെ. 7 digit എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ അത് ആൽഫബറ്റ്സ് വെച്ചിട്ടാണോ നമ്മൾ കോഡിഫൈ ചെയ്യുന്നത്. ഡിജിറ്റ് എന്ന് പറയുമ്പോ ആൽഫബറ്റ്സ് ആണോ? അല്ല അല്ലെ. എന്താണ്? അല്ല, എന്താണ്? നമ്പേഴ്സ് ആണ് അല്ലെ. നമ്പേഴ്സ് ആണ് അല്ലെ. അപ്പൊ എന്താണ് പിന്നെ അതിൽ വീണ്ടും എടുത്ത് പറഞ്ഞേക്കണാണ് അല്ലെ. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ന്യൂമറിക്കൽ സിസ്റ്റം. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ന്യൂമറിക്കൽ സിസ്റ്റത്തിന്റെ അല്ലെ. നമ്പേഴ്സ് വെച്ചിങ്ങാണിട്ട് ഐഡന്റിഫൈ ചെയ്യുന്ന കോഡിഫൈ ചെയ്യുന്നതിന്റെ ബേസ് ചെയ്തിട്ടാണ് അല്ലെ, അടിസ്ഥാനത്തിലാണ്. എക്സാമ്പിൾ പറയുന്നത് നോക്കിയേ. 1.02.00.00 ഇങ്ങനെയായിരിക്കും കേട്ടോ കോഡിഫൈ ചെയ്യുന്നത് ബ്രിഷ് സിസ്റ്റത്തില്. ആദ്യം ഒരു ഡിജിറ്റ്, എന്നിട്ട് ഒരു പോയിന്റ്, പിന്നെ അടുത്ത 2 digit, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പോയിന്റ്, പിന്നെ 2 digit. അങ്ങനെ ഇതെന്താണ് ഈ കോഡിഫിക്കേഷൻ ബ്രിഷ് സിസ്റ്റം വെച്ചുകൊണ്ട് 1.0 to 0.00.00 എന്തിനെയാണ് കോഡിഫൈ ചെയ്യുന്നത്? മെഡിക്കൽ എക്യുപ്മെന്റ് അല്ലെ. നമുക്കറിയാം ഹോസ്പിറ്റലില് പലതരത്തിലുള്ള മെഡിക്കൽ എക്യുപ്മെന്റുകൾ ഉണ്ട് അല്ലെ. എക്സാമ്പിൾ പറയാമോ? ഡിഫിബ്രിലേറ്റർ എക്സാമ്പിൾ ആണോ? ഡിഫിബ്രിലേറ്റർ, തെർമോമീറ്റർ അല്ലെ, ലാറിംഗോസ്കോപ്പ്, BP അപ്പാരറ്റസ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള മെഡിക്കൽ എക്യുപ്മെന്റുകളെ കോഡിഫൈ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ബ്രിഷ് സിസ്റ്റം ആണ്, ബ്രിഷ് കോഡാണ് 1.02.00.00. ക്ലിയർ ആയോ? നെക്സ്റ്റ് തന്നേക്കും നോക്കിയേ. നെക്സ്റ്റ് ബ്രിഷ് സിസ്റ്റത്തിന് നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കിയേ. 1.0 to 0.01.00 ബ്ലഡ് ഗ്യാസ് അനലൈസർ എക്യുപ്മെന്റിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 1.0 to 0.01.00 കോഡ് ചെയ്യുന്നത്. ഈ ബ്ലഡ് ഗ്യാസ് അനലൈസർ കേട്ടിട്ടുണ്ടോ? ബ്ലഡ് ഗ്യാസ് അനലൈസർ കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ഇതൊന്നും നിങ്ങൾക്ക് എക്സാമിൽ ചോദിക്കില്ല കേട്ടോ. ജസ്റ്റ് മിസ് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. പുതിയ ടേംസുകളാകുമ്പോൾ നമുക്ക് കുറച്ച് അറിഞ്ഞിരിക്കുന്ന നല്ലതാണ് അല്ലെ. ബ്ലഡ് ഗ്യാസ് അനലൈസർ എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡില് ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ അടങ്ങിയിട്ടുണ്ടോ ബ്ലഡില്? അങ്ങനെയുള്ള ഗ്യാസുകൾ, വാതകങ്ങൾ അടങ്ങിയിട്ടുണ്ട് അല്ലെ. അപ്പൊ അത് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു അനലൈസർ, ഒരു എക്യുപ്മെന്റ് ആണ് ബ്ലഡ് ഗ്യാസ് അനലൈസർ. ക്ലിയർ ആയോ? അപ്പൊ ഈ ബ്ലഡ് ഗ്യാസ് അനലൈസറിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്താണ് ബ്രിഷ് സിസ്റ്റത്തില് 1.0 to 0.01.00 കോഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത് 1.0 to 0.01.01. ഇത്
മോഡൽ IBGA3 എന്ന് വെച്ചാല് നമ്മുടെ റേഡിയോളജി സെക്ഷനിലെ റേഡിയന്റ് ട്രേയെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 1.0 2.01.01 കോഡ് ചെയ്യുന്നത്. റേഡിയോളജി സെക്ഷനിലെ റേഡിയോളജി എക്യുപ്മെന്റിലുള്ള ഒരു ഭാഗമാണ് റേഡിയോളജി ട്രേ. അപ്പൊ ആ റേഡിയോളജി ട്രേനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ബ്രിഡ്ജ് സിസ്റ്റത്തില് 1.0 2.01.01 എന്നുള്ള കോഡ് സൂചിപ്പിക്കുന്നത്. ക്ലിയർ ആയോ? ഇത് എക്സാമിന് ഇങ്ങനെ ഒന്നും ചോദിക്കില്ല കേട്ടോ, ജസ്റ്റ് നിങ്ങൾ അത് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. നെക്സ്റ്റ് 1.0 2.02.00 ഇത് ബോയിൽസ് അപ്പാരറ്റസ് പെയിന്റഡ് മോഡൽ. ബോയിൽസ് അപ്പാരറ്റസ് കേട്ടിട്ടുണ്ടോ? അനസ്തെറ്റിക് മെഷീൻ ആണ് അല്ലെ. നമുക്ക് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നമുക്ക് അനസ്തേഷ്യ തരണോ? പേഷ്യൻസിന് അനസ്തേഷ്യ കൊടുക്കാറുണ്ടോ ഓപ്പറേഷൻ ചെയ്യുമ്പോ? അപ്പൊ ആ അനസ്തേഷ്യ മെഷീനെ കോഡിഫൈ ചെയ്യുന്നതാണ് 1.0 2.02.00. ക്ലിയർ ആയത്? ഈ കോഡിഫിക്കേഷൻ ആണെന്ന് നോക്കിയായോ എല്ലാവർക്കും? എല്ലാവരും ഓക്കെ ആണോ? എക്സാമ്പിൾ ചോദിക്കില്ല കേട്ടോ, എക്സാമ്പിൾ ചോദിക്കില്ല, നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടി മാത്രം. അപ്പൊ നിങ്ങൾക്ക് ഉണ്ടാവും അല്ലെ ബ്രിഡ്ജ് സിസ്റ്റം എങ്ങനെയായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ഒരു ഐഡിയ വേണ്ടേ? ബ്രിഡ്ജ് സിസ്റ്റം അല്ലെങ്കിൽ അപ്പൊ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഇത് ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം കേട്ടോ. ക്ലിയർ ആണോ എല്ലാം? ഈ 6 കോഡിഫിക്കേഷനും ക്ലിയർ ആണോ? നെക്സ്റ്റ് എടുക്കാല്ലേ, നമുക്ക് ക്ലാസിഫിക്കേഷൻ എടുക്കാം അല്ലെ. ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻവെന്ററി കൺട്രോൾ. ഇൻവെന്ററി കൺട്രോൾ അല്ലെ, നമ്മുടെ ഒരു സ്റ്റോക്കിലെ ഒരു സ്റ്റോറിലുള്ള അല്ലെ വെയർ ഹൗസിലുള്ള സ്റ്റോറിനെ കൺട്രോൾ ചെയ്യുന്നതാണ് അല്ലെ ഇൻവെന്ററി കൺട്രോൾ അല്ലെ. ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുന്നത് ഒരു ഒരൊറ്റ സെന്റൻസിൽ പറഞ്ഞു കഴിഞ്ഞാല് ദ പ്രോസസ് ഓഫ് മാനേജിങ് എ കമ്പനി വെയർ ഹൗസ് ഇൻ ഇൻവെന്ററി ലെവൽ. ഒരു കമ്പനിയുടെ വെയർ ഹൗസ് അല്ലെ, വെയർ ഹൗസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കമ്പനിയുടെ വെയർ ഹൗസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റോക്കുകൾ സൂക്ഷിക്കുന്ന സ്ഥലം അല്ലേ, അല്ലെ? ആണോ? ഗോഡൌൺ. അപ്പൊ ഒരു കമ്പനിയുടെ വെയർ ഹൗസിലുള്ള ഇൻവെന്ററി ലെവലിനെ മാനേജ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ക്വസ്റ്റ്യൻ ചോദിക്കാട്ടെ, മിസ് ഒന്ന് പറയാൻ വിട്ടുപോയി. ദ പ്രോസസ് ഓഫ് മാനേജിങ് എ കമ്പനീസ് വെയർ ഹൗസ് ഇൻ ഇൻവെന്ററി ലെവൽ. ഒരു വെയർ ഹൗസിൽ, ഒരു കമ്പനിയിലെ വെയർ ഹൗസിലെ ഇൻവെന്ററി ലെവലിനെ മാനേജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പ്രക്രിയ അല്ലെങ്കിൽ ഒരു കൺട്രോളിനെയാണ് ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇതിലെന്താണ്? ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻവെന്ററി കൺട്രോൾ അല്ലെ. ഇൻവെന്ററി കൺട്രോളിനെ ക്ലാസിഫൈ ചെയ്യുന്നത് നോക്കിയേ. ക്ലാസിഫിക്കേഷൻ നോംസ് ഫോർ ക്ലാസിഫിക്കേഷൻ യൂസസ്. എന്താണ് ക്ലാസിഫിക്കേഷൻ? എങ്ങനെയൊക്കെയാണ് അല്ലെ ഉപയോഗിക്കുന്നത്? എങ്ങനെയൊക്കെയായിരിക്കും ഉപയോഗിക്കുന്നത്? ഫസ്റ്റ് നോക്കിയേ, ABC annual value of to control the alphabetical approach consumption of purchases, storing or always better control items concerned and issue of material in the normal course of business. ഒരു ബിസിനസിന്റെ നോർമൽ പ്രവർത്തനത്തിന് അല്ലെ, എന്താണ് പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ്, ഇഷ്യൂ ചെയ്യുന്ന സാധനങ്ങള് കൺട്രോൾ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്? ABC അല്ലെ, അക്ഷരമാലാക്രമത്തിൽ ആൽഫബറ്റിക്കൽ അപ്രോച്ചില് നമ്മൾ കൺട്രോൾ ചെയ്യുന്നതിനെയാണ് ABC ആനുവൽ വാല്യൂ കൺട്രോൾ എന്ന് പറയുന്നത്. ABC നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കേട്ടോ, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഒരു നമ്മുടെ ഇൻവെന്ററി കൺട്രോൾ അല്ല, നമ്മുടെ സ്റ്റോറില് അല്ലെങ്കിൽ നമ്മുടെ ഗോഡൌണില് അല്ലെങ്കിൽ നമ്മുടെ വെയർ ഹൗസിൽ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, ഐറ്റംസ് ഉണ്ടാവില്ലേ? ഒരുപാട് മെറ്റീരിയൽസ് അല്ലെ, ഒരുപാട് പ്രോഡക്ട്സുകൾ, ഒരുപാട് ഗുഡ്സുകളൊക്കെ ഉണ്ടാവും അല്ലെ. അവിടുത്തെ എന്താണ് ആ ബിസിനസിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെ, മാനുഫാക്ചറിങ് കമ്പനിയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ എന്ത് ചെയ്യണം?
ആ മെറ്റീരിയൽസ് അവയുടെ കോസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ കോസ്റ്റ് വരുന്നതിന് ഏതിന്റെ അണ്ടറിൽ ഉൾപ്പെടുത്തും? എ ഐറ്റത്തിന്റെ അണ്ടറില്. അതിന്റെ മീഡിയം റേഞ്ച് വരുന്നത് ബി ഐറ്റംസിന്റെ അണ്ടറില്. സി എന്ന് പറയുന്നത് കോസ്റ്റ് കുറഞ്ഞത് ഏറ്റവും ചീപ്പായിട്ടുള്ള ഐറ്റത്തിനെയാണ് സിയിൽ ഉൾപ്പെടുത്തുന്നത്. അങ്ങനെ ABC അക്ഷരമാലാക്രമത്തില് ഒരു ബിസിനസിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഗുഡ്സുകളെ അല്ലെങ്കിൽ മെറ്റീരിയൽസിനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നതിനെയാണ് ABC ആനുവൽ വാല്യൂ കൺട്രോൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആയോ? ഒന്നുകൂടി പറയാം മിസ്. ഒരു ബിസിനസിന്റെ സാധാരണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റോക്കുകളെ അല്ലെ, നമ്മുടെ എന്താണ് വെയർ ഹൗസിലുള്ള സ്റ്റോക്കുകളെ നമ്മ എന്താണ് അതിന്റെ കോസ്റ്റിന്റെ അടിസ്ഥാനത്തില് അക്ഷരമാലാക്രമത്തില് ABC എന്നുള്ള അക്ഷരമാലാക്രമത്തില് കൺട്രോൾ ചെയ്യുന്നതിനെ ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് ABC ആനുവൽ വാല്യൂ കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ ആയോ? എല്ലാവർക്കും ഓക്കെ ആണോ? നിങ്ങൾക്ക് ABC പഠിക്കാനുണ്ട് കേട്ടോ, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ കുറച്ചും കൂടി ക്ലിയർ ആവും. ഇപ്പൊ എന്താണെന്ന് മനസ്സിലായോ? ABC ആനുവൽ വാല്യൂ കൺട്രോൾ എന്താണെന്ന് എല്ലാവരും ക്ലിയർ ആയോ? ഒരു വെയർ ഹൗസിലെ അല്ലെ അല്ലെങ്കിൽ ഒരു ബിസിനസിന്റെ സാധാരണ പ്രവർത്തനങ്ങൾക്ക് എന്ത് ചെയ്യണം? അവിടെ നോർമൽ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കണം അല്ലെ. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റോഴ്സിലെ എന്താണ് മെറ്റീരിയൽസിനെ അല്ലെങ്കിൽ അവർ ഇഷ്യൂ ചെയ്യുന്ന സാധനങ്ങളെ ABC അതിന്റെ കോസ്റ്റിന്റെ അടിസ്ഥാനത്തില് ABC നമ്മുടെ ആൽഫബറ്റിക്കൽ ഓർഡറിൽ ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് ABC ആനുവൽ വാല്യൂ കൺട്രോൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്ലിയർ ആയില്ലേ? അത് നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. എല്ലാവർക്കും ഓക്കെ ആയില്ലേ? എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഓക്കെ ആയോ? എല്ലാവർക്കും ഓക്കെ ആയോ? നെക്സ്റ്റ് VED എന്ന് പറയാം. ക്രിട്ടിക്കൽ നേച്ചർ ഓഫ് ദി പർട്ടിക്കുലർ ഐറ്റംസ് യൂസ്ഡ് ടു ഡിറ്റർമിൻ ദ സ്റ്റോക്ക് ലെവൽ. നമ്മൾ ഒരു ഇൻവെന്ററി കൺട്രോളിലെ ഒരു സ്റ്റോറിലെ അല്ലെങ്കിൽ ഒരു വെയർ ഹൗസിൽ എന്താണ് സ്റ്റോക്ക് ലെവൽസിനെ അറിയുന്നതിന് വേണ്ടി, സ്റ്റോക്ക് ലെവലിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് VED. VED എന്ന് ഉദ്ദേശിക്കുന്നത് അതിന്റെ ക്രിട്ടിക്കൽ നേച്ചർ അല്ലെ. ക്രിട്ടിക്കൽ നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന്റെ ഓഫ് ദി പർട്ടിക്കുലർ ഐറ്റം. ഇതിപ്പോ നമുക്കൊരു ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾക്ക് പല രീതിയിലുള്ള സാധനങ്ങൾ ആവശ്യമായിട്ട് വരുന്നില്ലേ? എമർജൻസി മെഡിസിനുകൾ അല്ലെ, കാഷ്വാലിറ്റിയിൽ വേണ്ട എമർജൻസി ഡ്രഗ്സുകൾ, സിറിഞ്ചുകൾ, മെഡിസിനുകൾ, അപ്പാരറ്റസ്, എക്യുപ്മെന്റ്സുകൾ അല്ലെ, ഒരുപാട് സാധനങ്ങൾ വേണ്ടേ? വേണോ? പറയേ. വേണം. ഈ ഓരോ സാധനങ്ങൾക്കും ഓരോ ഇമ്പോർട്ടൻസ് ആണ് ഹോസ്പിറ്റലിൽ. ഓരോ ഇപ്പൊ എമർജൻസി ഡ്രഗ്സിന്റെ അത്ര ഇമ്പോർട്ടൻസ് ആണോ സാധാരണ മെഡിസിന്? ഇപ്പൊ പാരസെറ്റമോൾ പോലെയുള്ള മെഡിസിൻസിന് എമർജൻസി ഡ്രഗ്സിന്റെ അത്രയും പ്രാധാന്യം ഉണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ അതിന്റെ പ്രാധാന്യം അനുസരിച്ച് ക്രിട്ടിക്കൽ നേച്ചർ അനുസരിച്ച് നമ്മൾ സ്റ്റോറില് ഈ ഐറ്റംസിനെ ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് VED ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. VED എന്ന് പറയുന്നത് V സൂചിപ്പിക്കുന്നത് വൈറ്റൽ, എസെൻഷ്യൽ, ഡിസൈറബിൾ. എന്താണ്? നമുക്ക് ഏറ്റവും കൂടുതൽ സുപ്രധാനമായിട്ടുള്ള അല്ലെ ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനത്തിന് സുപ്രധാനമായിട്ടുള്ള ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് വൈറ്റൽ. നെക്സ്റ്റ് എന്താണ്? എസെൻഷ്യൽ അല്ലെ, അത്യാവശ്യമായിട്ടുള്ള, ഒഴിച്ചുകൂടാൻ പറ്റാത്ത അല്ലെ, എസെൻഷ്യൽ ആയിട്ടുള്ള. ഡി എന്ന് പറയുന്നത് എന്താണ്? ഡിസൈറബിൾ അല്ലെ, അഭികാമ്യമായിട്ടുള്ള ഐറ്റത്തിനെയാണ് VED ക്ലാസിഫൈ ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഇപ്പൊ ഓക്സിജൻ സിലിണ്ടർ, ഒരു ഓക്സിജൻ ഇല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കും നമുക്ക്? ഓക്സിജൻ ഗ്യാസ് ഇല്ല. ഒരു ചെറിയ ഹോസ്പിറ്റൽ ആണെങ്കിലും അവിടെ എന്ത് വേണം? ഓക്സിജൻ സിലിണ്ടർ അല്ലെ, ഓക്സിജൻ ഗ്യാസ് അത്യാവശ്യമല്ലേ. അപ്പൊ അത് എന്ത് ഐറ്റംസ് ആണ്? വൈറ്റൽ ആണ് അല്ലെ.
വൈറ്റലല്ലേ? പിന്നെ എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അത്യാവശ്യമായിട്ടുള്ളത്. ഇപ്പൊ നമുക്ക് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ആന്റിബയോട്ടിക്സുകളൊക്കെ അവിടെ എസെൻഷ്യൽ ആയിട്ട് വേണ്ട സാധനങ്ങളല്ലേ? ഒരു പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കി കഴിഞ്ഞാല് അവർക്ക് ആന്റിബയോട്ടിക്സുകൾ കൊടുക്കണം അല്ലേ? ആണോ? ആണ് അല്ലെ? അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനമാണ് അല്ലെ? അതേപോലെ ഡിസൈറബിൾ, അഭികാമ്യം എന്ന് വെച്ചാൽ ആ സാധനം ഇല്ലെങ്കിലും ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാറ്. ഇപ്പൊ കഫ് സിറപ്പുകള് അതൊക്കെ ഇല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരാറുണ്ടോ? കഫ് സിറപ്പ് ഉണ്ടോ? ഇല്ല. പക്ഷെ അതുണ്ടെങ്കിൽ എന്താണ്? അവർക്ക് അഭികാമ്യമാണ് അല്ലെ? ഡിസൈറബിൾ ആണ് അല്ലെ? അല്ലെ? അപ്പൊ അങ്ങനെ ഒരു സ്റ്റോറിലെ ഐറ്റംസിനെ അതിന്റെ പ്രാധാന്യം അനുസരിച്ച് അല്ലെ, ക്രിട്ടിക്കൽ നേച്ചർ അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് വൈറ്റൽ, എസെൻഷ്യൽ ആൻഡ് ഡിസൈറബിൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഈ VED ക്ലാസിഫിക്കേഷൻ നടക്കുന്നത് അതിന്റെ ക്രിട്ടിക്കൽ നേച്ചർ, അതിന്റെ പ്രാധാന്യം അനുസരിച്ചാണ്. നെക്സ്റ്റ് നോക്കി, HML എന്ന് പറയുന്നത് ഒരു സ്റ്റോറിലെ അല്ലെങ്കിൽ ഒരു വെയർ ഹൗസിലെ ഐറ്റംസ് അതിന്റെ പ്രൈസിന്റെ അടിസ്ഥാനത്തിൽ അല്ലെ, വിലയുടെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യാൻ. ടു കൺട്രോൾ പർച്ചേസ്, വിലയുടെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നത് എന്താണ്? പർച്ചേസ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, നിയന്ത്രിക്കുന്നതിന് വേണ്ടി. നമുക്ക് ഒരുപാട് വിലയുള്ള സാധനങ്ങൾ നമുക്ക് ഒരുപാട് പർച്ചേസ് ചെയ്യണോ? ഭയങ്കര വിലയായിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതിനൊരു കൺട്രോൾ കൊടുക്കും അല്ലെ? അല്ലെ, ഒരു കൺട്രോൾ ചെയ്തിട്ടല്ലേ അങ്ങനെയുള്ള ഐറ്റംസ് പർച്ചേസ് ചെയ്യുള്ളൂ. അവർക്ക് അത്യാവശ്യമായിട്ടുള്ളത് അല്ലെ, അത്രയും മാത്രം അവർ പർച്ചേസ് ചെയ്യുള്ളൂ അല്ലെ? അപ്പൊ എന്താണ്? ഒരു സ്റ്റോറിലെ പർച്ചേസിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ആ സാധനങ്ങൾ, അവിടെയുള്ള സാധനങ്ങൾ പ്രൈസിന്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നതാണ് HML. ഹൈ പ്രൈസ്, മീഡിയം പ്രൈസ് എന്താണ്? ആ ഐറ്റംസിന്റെ പ്രൈസിന്റെ അടിസ്ഥാനത്തിൽ ഹൈ പ്രൈസ് ഉള്ള സാധനങ്ങള്, മീഡിയം പ്രൈസ് ഉള്ള സാധനങ്ങള്, ലോ പ്രൈസ് ഉള്ള സാധനങ്ങൾ, അങ്ങനെ സ്റ്റോഴ്സിൽ ക്ലാസിഫൈ ചെയ്യുന്നതാണ് HML ക്ലാസിഫിക്കേഷൻ. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ എല്ലാവർക്കും? നെക്സ്റ്റ് പറയുന്നത് XYZ depends to review the inventory value, inventors of items stored, their uses at a scheduled interval. നമ്മുടെ സ്റ്റോറിയിലുള്ള ഐറ്റംസിനെ നമ്മൾ അതിന്റെ വാല്യൂ, അതിന്റെ പ്രൈസ് നോക്കുന്നില്ല. പക്ഷെ എന്താണ്? അതിന്റെ വാല്യൂവിന്റെ അടിസ്ഥാനത്തിൽ, മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് XYZ എന്ന് പറയുന്നത്. X എന്ന് പറയുന്നത് ഒരുപാട് വാല്യൂ ഉള്ള സാധനം, ഹൈ വാല്യൂ ഉള്ളത്. Y എന്ന് പറയുന്നത് മീഡിയം വാല്യൂ, Z എന്ന് പറയുന്നത് ലോ വാല്യൂ. ഇപ്പൊ ഒരു ഹോസ്പിറ്റലില് സിറിഞ്ച് എന്നൊക്കെ പറയുന്നത് നമുക്ക് എങ്ങനെ അറിയാം? സിറിഞ്ച് ഒക്കെ ഒരുപാട് പ്രൈസ് ഉള്ള സാധനമാണോ സിറിഞ്ച്? ആണോ? അല്ല. പക്ഷെ എന്താണ്? ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനത്തിൽ അല്ലെ, ഒരു ഇഞ്ചക്ഷൻ കൊടുക്കണമെങ്കിൽ അല്ലെ, ഒരു ഇത് കൊടുക്കണമെങ്കിൽ സിറിഞ്ച് ഇല്ലാണ്ട് അവിടുത്തെ പ്രവർത്തനങ്ങൾ നടക്കോ ഒരു ഹോസ്പിറ്റലിൽ? ഇല്ല. അപ്പൊ അതിനവിടെ ഒരു വാല്യൂ ഉണ്ട് അല്ലെ? ആ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വാല്യൂ ഇല്ലേ? ഉണ്ടോ? ഉണ്ട്. പക്ഷെ അതിന്റെ ആ പ്രൈസിന്റെ അടിസ്ഥാനത്തിലാണോ ആ വാല്യൂ ഉള്ളത്? സിറിഞ്ചിന് നമുക്കറിയാം അല്ലെ, ഒരു 5 രൂപ, ഒരു 6 രൂപ വരെ ഉള്ളൂ അല്ലെ? നമ്മൾ മേടിക്കുമ്പോ ഒരു 5 രൂപ, ഒരു 6 രൂപ വരെ ഉള്ളൂ അല്ലെ? പക്ഷെ അതിന്റെ ആ പ്രൈസിന്റെ അടിസ്ഥാനത്തിലാണോ അതിന്റെ വാല്യൂ ആ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളില്? ആണോ? അല്ല അല്ലെ? അതിലും വാല്യൂ, അതിലും ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലെ? അപ്പൊ എന്താണ്? ഒരു സ്റ്റോഴ്സിലെ അല്ലെങ്കിൽ നമ്മുടെ വെയർ ഹൗസിലെ മെറ്റീരിയൽസിനെ അതിന്റെ വാല്യൂവിന്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുന്നതിനെയാണ് XYZ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയത്?
അപ്പൊ ഓരോന്നും തരംതിരിക്കുന്നതൊന്ന് ക്ലിയർ ചെയ്യാട്ടോ. VED എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ നേച്ചറിന്റെ അടിസ്ഥാനത്തിലാണ്. HML എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ പ്രൈസിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെ. മറ്റേ XYZ എന്ന് പറയുന്നത് അതിന്റെ വാല്യൂവിന്റെ അടിസ്ഥാനത്തിൽ, മൂല്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നെക്സ്റ്റ് ഫസ്റ്റ് ഒന്നുകൂടെ പറയണം. ഫസ്റ്റ് എന്ന് പറയുന്നത് ABC annual value of to control items concerned an issue of material in the normal course of business. ഒരു ബിസിനസിന്റെ സാധാരണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ്. ഇപ്പൊ ഹോസ്പിറ്റലിന്റെ സാധാരണ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ട്രീറ്റ്മെന്റുകള്, ഡയഗ്നോസിസ് അല്ലെ, അതൊക്കെയല്ലേ. അപ്പൊ അവിടുത്തെ ആ സാധാരണ പ്രവർത്തനങ്ങൾക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണം? എക്യുപ്മെന്റ് വേണം, മെഷീനറീസ് വേണം, മെഡിസിനുകൾ വേണം അല്ലെ. ഒരുപാട് സാധനങ്ങൾ വേണ്ടേ? അപ്പൊ അങ്ങനെയുള്ള ഐറ്റംസ് എന്താണ്? അതിന്റെ കോസ്റ്റിന്റെ അടിസ്ഥാനത്തില് ക്ലാസിഫൈ ചെയ്യുന്നത്. ABC എന്താണ്? നമ്മൾ ആൽഫബറ്റിക് ഓർഡറിൽ നമ്മ അതിന്റെ കോസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് ABC ആനുവൽ വാല്യൂ കൺട്രോൾ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ABC ആനുവൽ വാല്യൂ ക്ലിയർ ആയിട്ട് ഇതുണ്ടോ? ABC അനാലിസിസ് എന്ന് പറഞ്ഞ് ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഉണ്ട് കേട്ടോ. ഒന്നുകൂടി ക്ലിയർ ആവും കേട്ടോ. അതിൽ A ഐറ്റത്തിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്, B ഐറ്റത്തിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത് എന്നൊക്കെ പഠിക്കാനുണ്ട്. അപ്പൊ ഒന്നുകൂടി മിസ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. നെക്സ്റ്റ് നോക്കിയേ, FSN കൺസംഷൻ ടു റിസ്ട്രെയിൻ പർച്ചേസസ്. എന്താണ്? നമ്മുടെ പർച്ചേസിന്, ഉപഭോഗത്തിനുള്ള ആ വാങ്ങല് റിസ്ട്രെയിൻ ചെയ്യുന്നതിന് വേണ്ടി, കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് FSN ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. FSN എന്ന് പറയുന്നത് ഫാസ്റ്റ് മൂവിങ്, പാറ്റേൺ ഓർ ഇഷ്യൂ ആൻഡ് സ്ക്രാപ്പ്, സ്ലോ മൂവിങ് ആൻഡ് ഫ്രം ദ സ്റ്റോഴ്സ്, ഓൺ മൂവിങ്. ഓൺ അല്ല കേട്ടോ, സ്റ്റോഴ്സ് കഴിഞ്ഞിട്ട് ഒരു ഫോം ഇട്ടിട്ട് നോൺ മൂവിങ് ആക്കാം കേട്ടോ. ഓൺ അല്ല, നോൺ മൂവിങ്. നോൺ മൂവിങ് നമ്മുടെ അപ്പൊ എന്താ നിങ്ങൾക്ക് പറയാൻ പറ്റോ എന്തായിരിക്കും FSN? പറയാൻ പറ്റോ? ഫാസ്റ്റ് മൂവിങ് അല്ലേ. അപ്പൊ ഒരു സ്റ്റോറിൽ കൊണ്ടുവന്ന സാധനങ്ങള് എന്താണ്? ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാം, പെട്ടെന്ന് തീർന്നു പോകുന്ന ഐറ്റംസ് ഉണ്ടാവില്ലേ ഹോസ്പിറ്റലില്? പറയാമോ? എക്സാമ്പിൾ പറയാമോ? പെട്ടെന്ന് തീർന്നു പോകുന്ന ഐറ്റംസ്. മെഡിസിനുകൾ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഐറ്റംസിനെ അല്ലെ നമ്മ എന്താണ്? ഫാസ്റ്റ് മൂവിങ്, പെട്ടെന്ന് തീർന്നു പോകുന്ന ഐറ്റംസ്. സ്ലോ മൂവിങ് അല്ലെ, പതുക്കെ മൂവ് ചെയ്യുന്ന, പതുക്കെ വിറ്റ് തീരുന്ന, പതുക്കെ ഉപയോഗിച്ച് തീരുന്ന ഐറ്റംസ്. നെക്സ്റ്റ് പറയുന്നതാണ് N എന്ന് പറയുന്നത് നോൺ മൂവിങ്. എന്താണ്? നമ്മ ചെലവാകാതെ അവിടെ തന്നെ എന്താണ് കെട്ടിക്കിടക്കുന്ന അല്ലെ, പാഴായി പോകുന്ന, സ്ക്രാപ്പായി പോകുന്ന സാധനങ്ങളെയാണ് നോൺ മൂവിങ് എന്ന് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ എന്താണ്? ഓരോ ഐറ്റത്തിന്റെയും മൂവിങ്ങിന്റെ അടിസ്ഥാനത്തില്, സ്റ്റോഴ്സിന്റെ മൂവിങ് ഉപഭോഗത്തിന്റെ അടിസ്ഥാനത്തില് ഐറ്റംസിനെ അല്ലെങ്കിൽ മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് FSN ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. പെട്ടെന്ന് തീർന്നു പോകുന്ന ഐറ്റംസിനെ നമ്മൾ എന്താ പറയും? ഫാസ്റ്റ് മൂവിങ് അല്ലെ, Fൽ ഉൾപ്പെടുത്തുന്നു. സ്ലോ മൂവിങ്, പതുക്കെ ചെലവാകുന്ന സാധനങ്ങളെ നമ്മൾ എന്താണ്? സ്ലോ മൂവിങ് അല്ലെ. നോൺ മൂവിങ്, ഒട്ടും നമ്മ ഉപഭോഗം നടത്താത്ത അല്ലെങ്കിൽ ഒട്ടും നമ്മൾ ചെലവാക്കാത്ത സാധനങ്ങളെ നോൺ മൂവിങ് ഐറ്റംസില് ഉൾപ്പെടുത്തുന്നു. ക്ലിയർ ആയോ? നെക്സ്റ്റ് SDE purchasing problem to problem ലീഡ് ടൈമിൽ ഉണ്ടാവുന്ന ആ പ്രോബ്ലംസ് പരിഹരിക്കുന്നതിന് വേണ്ടി, കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ SDE ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. SDE ക്ലാസിഫിക്കേഷൻ ലീഡ് ടൈമിന്റെ അടിസ്ഥാനത്തിൽ അല്ലെ, നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം ആണ് അല്ലെ ലീഡ് ടൈം അല്ലെ. ഒരുപാട് സമയം എടുക്കാം അല്ലെ. നമ്മ ഓർഡർ കൊടുത്തിട്ട് ഒരുപാട് സമയം എടുത്തു കഴിഞ്ഞാൽ ആ സാധനം കിട്ടാനായിട്ട് ഒരുപാട് സമയം എടുത്താൽ അതൊരു പ്രോബ്ലം അല്ലേ. ചിലപ്പോ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെ, ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ടുള്ള സാധനമാകാം അല്ലെ. അപ്പൊ ആ പറഞ്ഞ സമയത്ത് കിട്ടിയില്ലെങ്കിൽ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളെ അത് എഫക്ട് ചെയ്യില്ലേ? എഫക്ട് ചെയ്യോ?
അപ്പൊ എന്താണ് ആ ലീഡ് ടൈമിലുള്ള പ്രോബ്ലംസ് വേണ്ടിയിട്ടാണ് SDE ക്ലാസിഫിക്കേഷൻസ് നടത്തുന്നത്. ഇത് നോക്കിയേ, എസ് എന്ന് പറയുന്നത് സ്ക്വയേഴ്സ് ടു അറ്റൈൻ ഇൻ റിഗാർഡ് ടു അനലിസ്റ്റ്. നമുക്കൊരു സാധനം കിട്ടാനായിട്ട് സ്ക്വയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ദൗർലഭ്യം അല്ലേ? ദൗർലഭ്യം. നമുക്ക് ഒരുപാട് ടൈം എടുക്കാം, വെരി വെരി ഡിഫിക്കൽട്ടി, ഒരുപാട് പ്രശ്നം കിട്ടാനായിട്ട് ഒരുപാട് സമയം, ഒരുപാട് കാലതാമസം എടുക്കുന്ന ഐറ്റംസിനെയാണ് എസ്സിൽ ഉൾപ്പെടുത്തുന്നത്. സ്ക്വയേഴ്സ് ടു അറ്റൈൻ ഇൻ റിഗാർഡ് ടു അനലിസ്റ്റ്. എന്താണ്? ഒരു സാധനം നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് അല്ലെ, പർച്ചേസിങ് ഓർഡർ കൊടുത്തിട്ട് നമുക്ക് അത് ലഭ്യമാക്കാൻ ഒരുപാട് സമയം, കുറെ കാലതാമസം എടുക്കുന്ന ഐറ്റംസിനെയാണ് എസ്സിൽ ഉൾപ്പെടുത്തുന്നത്. ഡി എന്ന് പറയുന്നത് എന്താണ്? ആ സാധനം കിട്ടാനായിട്ട് ഡിഫിക്കൽറ്റി ആണ്. എന്നാലും പക്ഷെ എന്താണ്, നമ്മുടെ എസ് ഐറ്റംസിന്റെ അത്രയും സ്ക്വയേഴ്സ് അല്ലെ ദൗർലഭ്യമില്ല. അങ്ങനെയുള്ള ഐറ്റംസിനെയാണ് ഡിയില് എന്താണ് ഡിഫിക്കൽറ്റി ടു ഗെറ്റ് അവൈലബിലിറ്റി ഓഫ് ദി ഐറ്റം. ഒരു ഐറ്റം കിട്ടാനായിട്ട് ഡിഫിക്കൽറ്റി വരുന്നത്. നെക്സ്റ്റ് ഇ, പർച്ചേസിംഗ് ആൻഡ് ഈസി ടു അറ്റൈൻ സ്ട്രാറ്റജീസ്. എന്താണ്? നമുക്കൊരു സാധനം പർച്ചേസ് കഴിഞ്ഞാൽ അല്ലെ, പർച്ചേസിംഗ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈസി ടു അറ്റൈൻ, പെട്ടെന്ന് തന്നെ ലഭ്യമാക്കുന്ന ഐറ്റംസിനെയാണ് ഈ ക്ലാസിഫിക്കേഷനിൽ ഉൾപ്പെടുന്നത്. SD എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ലീഡ് ടൈമിന്റെ അടിസ്ഥാനത്തിൽ അല്ലെ, ഒരു സാധനം നമ്മൾ പർച്ചേസിംഗ് ഓർഡർ കൊടുത്തിട്ട് അല്ലെ, പർച്ചേസ് ചെയ്തിട്ട് അതിന് എടുക്കുന്ന ലീഡ് ടൈമിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് SDE ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതിലെ എസ് എന്ന് പറയുന്നത് എന്താണ്? സ്ക്വയേഴ്സ് അല്ലെ, ഒരു സാധനം കിട്ടാനായിട്ട് ഒരുപാട് കാലതാമസം എടുക്കുന്നത് അല്ലെ, ഒരുപാട് കാലദൈർഘ്യം എടുക്കുന്നതിനെയാണ് എസ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഡിയിൽ എന്താണ്? ഡിഫിക്കൽറ്റി അല്ലെ, നമുക്ക് സ്ക്വയേഴ്സിന്റെ അത്രയല്ലെങ്കിലും പക്ഷെ എന്താണ്, കുറച്ച് ഡിഫിക്കൽറ്റി ഉണ്ട്. ആ സാധനം നമുക്ക് ലഭ്യമാകാനായിട്ട് കുറച്ച് ലീഡ് ടൈം എടുക്കുന്നുണ്ട്. ഈ എന്ന് പറയുന്നത് എന്താണ്? ഈസി ടു അറ്റൈൻ. നമ്മൾ ഒരു സാധനം ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് അത് ലഭ്യമാകുന്നു. അതിനെയാണ് ഈ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ബാക്കി എല്ലാവരും ആര്യക്ക് ഇത് ക്ലിയർ ആയി? ബാക്കി എല്ലാവർക്കും എങ്ങനെയാണ്? മാറിപ്പോകുന്നുണ്ടോ? ക്ലിയർ ആയോ? മാറിപ്പോകുന്നുണ്ട് അല്ലേ? നോക്കിയോട്ടോ, ഇന്ന് മിസ് എടുത്തു കഴിഞ്ഞിട്ട് ഇത് തന്നെ അങ്ങനെ തന്നെ എടുത്തു വെക്കരുത് കേട്ടോ. ഒന്നുകൂടി ഒന്ന് നോക്കി കറക്റ്റ് ചെയ്തിട്ട് അല്ലെ, SYZ ഒന്നുകൂടെ പറയാട്ടോ. മിസ് ഇത് എടുത്തു കഴിഞ്ഞിട്ട് ഒന്നുകൂടി മിസ് പറഞ്ഞുതരാം കേട്ടോ. നെക്സ്റ്റ് GOLF, അതായത് നമ്മ സോഴ്സ് ഓഫ് ദി മെറ്റീരിയൽസ് ടു പ്ലാൻ പർച്ചേസ് സ്ട്രാറ്റജീസ്. എന്താണ്? നമ്മൾ സ്റ്റോഴ്സിലേക്ക് വാങ്ങുന്ന സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ആ സോഴ്സ്, ഉറവിടത്തെ ആസ്പദമാക്കി ക്ലാസിഫൈ ചെയ്യുന്നത്. നമ്മ എന്താണ്? ഗവൺമെന്റിൽ നിന്നാണോ പർച്ചേസ് ചെയ്തത്? ഓർഡിനറി പർച്ചേസ് ചെയ്യായിരുന്നോ അല്ലെ? ഒരു ഓർഡിനറി പർച്ചേസ് ചെയ്യുന്നോ, അല്ലെങ്കിൽ ലോക്കലായിട്ട് പ്രാദേശികമായിട്ടുള്ള പർച്ചേസിംഗ് ആയിരുന്നോ, അല്ലെങ്കിൽ ഫോറിൻ പർച്ചേസ് ആയിരുന്നു അല്ലെ, ഫോറിൻ രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്തതാണോ, വാങ്ങിച്ചതാണോ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്യുന്നതാണ് GOLF. ക്ലിയർ ആയോ? ഒരു സാധനം പർച്ചേസ് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തില് നമ്മ എന്താണ് ആ ഐറ്റംസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്? ഗവൺമെന്റ് സെക്ഷനിൽ നിന്നാണോ, ഗവൺമെന്റ് സെക്ടേഴ്സിൽ നിന്നാണോ നമ്മ അത് പർച്ചേസ് ചെയ്തത്? അതല്ല ഓർഡിനറി അല്ലെ, സാധാരണയായിട്ടുള്ള പർച്ചേസിംഗ് ആയിരുന്നോ? അതല്ലെങ്കിൽ ലോക്കൽ അല്ലെ, പ്രാദേശിക സ്ഥലത്ത് നമ്മുടെ തൊട്ടടുത്ത് നിന്നാണോ പർച്ചേസ് ചെയ്തത്? അതല്ലെങ്കിൽ ഫോറിൻ, മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ ഇറക്കുമതി ചെയ്തതാണല്ലോ, ഫോറിൻ പർച്ചേസ് ആയിരുന്നോ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്യുന്നതാണ് GOLF എന്ന് പറയുന്നത്. സോഴ്സിന്റെ അടിസ്ഥാനത്തിൽ അല്ലെ, നമുക്ക് ആ ഐറ്റം എവിടെ നിന്നാണ് ലഭിച്ചത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മ സാധനങ്ങളെ, ഐറ്റംസിനെ ക്ലാസിഫൈ ചെയ്യുന്നതാണ് GOLF. ക്ലിയർ ആയോ? അപ്പൊ ഈ പർച്ചേസിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് എന്താണ്? സ്ട്രാറ്റജീസ്
പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കുന്നു അല്ലെ. ലോക്കൽ പർച്ചേസിന് ഏതൊക്കെ സ്ട്രാറ്റജീസ് ഉൾപ്പെടുത്തണം അല്ലെ, ഏതൊക്കെ തന്ത്രങ്ങൾ ഉൾപ്പെടുത്തണം. ഗവൺമെന്റ് പർച്ചേസിംഗ് ആണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അവർ ചെയ്യണം അല്ലെ. നമ്മ ഒരു ഗവൺമെന്റിൽ നിന്ന് ഒരു സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട് അല്ലെ. ഗവൺമെന്റിൽ നിന്ന് എന്ത് സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കുന്നതിന് ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ടോ? ഇല്ലേ ഒരുപാട് പേപ്പേഴ്സ് ഒക്കെ ഹാജരാക്കേണ്ടി വരുന്നുണ്ട് അല്ലെ. ഒരുപാട് പേപ്പേഴ്സ്, സർട്ടിഫിക്കറ്റുകൾ അല്ലെ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അല്ലെ. അപ്പൊ ഓരോ പർച്ചേസിംഗ് അല്ലെ നമ്മ എന്താണ്, അതേപോലെ നമ്മൾ ലോക്കൽ പർച്ചേസിംഗിന് എന്തെങ്കിലും കണ്ടീഷൻസ് ഒക്കെ ഉണ്ടോ? ലോക്കൽ പ്രാദേശികമായിട്ട് വാങ്ങുമ്പോൾ ഒരുപാട് ഗവൺമെന്റിന്റെ അത്രയും കണ്ടീഷൻസ് ഒക്കെ ഉണ്ടോ? ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടോ? ഇല്ല അല്ലെ. നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ നമുക്ക് സാധനം ലഭിക്കും അല്ലെ. കിട്ടോ? മെറ്റീരിയൽസ് ലഭിക്കോ? അപ്പൊ എന്താണ്, നമുക്ക് ആ മെറ്റീരിയൽസ് സ്റ്റോഴ്സിലേക്ക് അല്ലെങ്കിൽ വെയർ ഹൗസിലേക്ക് ആ മെറ്റീരിയൽ കിട്ടുന്ന സോഴ്സ്, ഉറവിടത്തിന്റെ അടിസ്ഥാനത്തിൽ പർച്ചേസ് ചെയ്യുന്ന ആ സോഴ്സിന്റെ അടിസ്ഥാനത്തിൽ ഐറ്റംസിനെ ക്ലാസിഫൈ ചെയ്യുന്നതാണ് GOLS ക്ലാസിഫിക്കേഷൻ. ക്ലിയർ ആയോ? അത് ഓക്കെ ആയോ? ഓക്കെ. നെക്സ്റ്റ് SOS നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യം തന്നെയാണ്. സീസണൽ ആൻഡ് ഓഫ് സീസണൽ, സീസണാലിറ്റി ഓഫ് ദി ഐറ്റംസ്, സീസണാലിറ്റി ഓഫ് ടു പ്ലാൻ ദ പർച്ചേസിംഗ് സ്റ്റോറിംഗ് സ്ട്രാറ്റജീസ്. എന്താണ് സ്റ്റോറിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ സീസണിന്റെ അടിസ്ഥാനത്തിൽ പർച്ചേസ് ചെയ്യുന്നത്. ഇവ ആ ഐറ്റംസ് ആ സീസണിൽ മാത്രം അവർക്ക് ആവശ്യമായിട്ട് വരുള്ളൂ. നമുക്ക് ഈ സാധനങ്ങൾ, ചില സാധനങ്ങൾ സീസണിൽ കിട്ടുന്നതില്ലേ, ഈ മാങ്ങ, സ്ട്രോബെറി, അതൊക്കെ നമുക്ക് എല്ലാ സീസണിലും കിട്ടോ? ഫ്രൂട്ട്സ് ആണ് മിസ് ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞതാണ്. ഫ്രൂട്ട്സ് എല്ലാ സീസണിലും കിട്ടോ? ഇല്ല അല്ലെ. അതിനൊരു പെർട്ടിക്കുലർ സീസൺ ഉണ്ട് അല്ലെ, പെർട്ടിക്കുലർ ടൈമില് അപ്പൊ മാത്രല്ലേ കിട്ടുള്ളൂ. അപ്പൊ അതേപോലെ എന്താണ് ഹോസ്പിറ്റലില് ചില സീസണില് ഇൻഫെക്ഷൻസ് വരാറുണ്ട് അല്ലെ. ഇപ്പൊ മഴ പൊട്ടിപ്പിടിക്കും അല്ലെ, സീസണൽ ഇൻഫെക്ഷൻസ് വരാറില്ലേ, ഒരുപാട് മഴയൊക്കെ പൊട്ടിപ്പിടിക്കുന്ന സമയത്ത്. അപ്പൊ ഓരോ സീസണിന്റെ സമയത്ത് അല്ലെ അതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നതിനെയാണ് SOS എന്ന് പറയുന്നത്, സീസണൽ ഓർ ഓഫ് സീസണൽ പർച്ചേസിംഗ്. ക്ലിയർ ആയോ? ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കൊറോണ വന്ന സമയത്ത് ആ സീസണിൽ എന്തൊക്കെ സാധനങ്ങളാണ് ഒരുപാട് പർച്ചേസിങ്ങും ഒരുപാട് കാര്യങ്ങൾ നടന്നത്? ഏതൊക്കെയാണ്? മാസ്കുകള്, പിന്നെന്താണ് സാനിറ്റൈസർ അല്ലെ. മാസ്ക് മാത്രം, സാനിറ്റൈസർ അല്ലെ. അത് ആ ഒരു സീസണിൽ വന്നതാണല്ലോ, ആ ഒരു സീസണിൽ അല്ലെ. ഇപ്പൊ അത്രത്തോളം ഉണ്ടോ? അത്രത്തോളം സാനിറ്റൈസേഴ്സ്, മാസ്കുകൾ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ എന്താണ്, ഓരോ സീസണിന്റെ അടിസ്ഥാനത്തില് ആ സീസണുമായി ബേസ് ചെയ്തിട്ട് ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് അതല്ലെങ്കിൽ ഐറ്റംസ് പർച്ചേസ് ചെയ്യുന്നതിനെയാണ് സീസണൽ ആൻഡ് ഓഫ് സീസണൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇത് നെക്സ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് വൈറ്റൽ ആൻഡ് നോർമൽ ഇമ്പോർട്ട് ഓഫ് പർച്ചേസസ് ടു റിസ്ട്രെയിൻ എസെൻഷ്യൽ ആൻഡ് ഇമ്പോർട്ടന്റ് എക്യുപ്മെന്റ്. എന്താണ്, നമുക്ക് ഹോസ്പിറ്റൽ ഈ 9ഉം 10ഉം എക്യുപ്മെന്റ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നതാണ് കേട്ടോ. നമ്മൾ ഈ 8 വരെ പറഞ്ഞത് എന്താണ്, ഐറ്റംസ് മെറ്റീരിയൽസിനൊക്കെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഈ 9ഉം 10ഉം എന്താണ്, എക്യുപ്മെന്റിനെ ക്ലാസിഫൈ ചെയ്യുന്നതാണ് കേട്ടോ. VEI എന്ന് പറയുന്നത് വൈറ്റൽ ആയിട്ടുള്ള എക്യുപ്മെന്റ് അല്ലെ, സുപ്രധാനമായിട്ടുള്ള ഈ നമുക്ക് ആവശ്യമായിട്ടുള്ള ഈ BP അപ്പാരറ്റസ്, ഡിഫിബ്രിലേറ്റർ, അതൊക്കെ എന്താണ് ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതല്ലേ? ആണോ? തെർമോമീറ്റർ അല്ലെ, തെർമോമീറ്റേഴ്സ് അല്ലെ. അപ്പൊ എന്താണ്,
വൈറ്റൽ സുപ്രധാനമായിട്ടുള്ള അല്ലെ ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായിട്ടുള്ള അല്ലെ വൈറ്റൽ ആയിട്ടുള്ള എക്യുപ്മെന്റുകള്, പിന്നെന്താണ് നോർമൽ ആയിട്ടുള്ള അല്ലെ സാധാരണ ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റുകള്, അങ്ങനെ എക്യുപ്മെന്റ്സുകളെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതാണ് VEIN വെയിൻ. ക്ലിയർ ആയോ അത്? നെക്സ്റ്റ് റാം എന്ന് ഉദ്ദേശിക്കുന്നത് റിലയബിലിറ്റി, അവൈലബിലിറ്റി ആൻഡ് മെയിൻ്റെനൻസ് റിലേറ്റ്സ് ഓൺ സർവീസസ് ഓഫ് ദി എക്യുപ്മെന്റ്. ഒരു എക്യുപ്മെന്റുകളുടെ സർവീസ് മറ്റേ എന്ന് ഉദ്ദേശിക്കുന്നത് പർച്ചേസിംഗിൽ അല്ലെ, നമ്മൊരു എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യുമ്പോൾ അതിനെന്താണ് വൈറ്റൽ ആയിട്ടുള്ള എക്യുപ്മെന്റ് ആണോ അതല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള എക്യുപ്മെന്റ് ആണോ അങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നതാണ് വെയിൻ. രണ്ടാമത് പറയുന്നത് എന്താണ്? റാം എന്ന് ഉദ്ദേശിക്കുന്നത് സർവീസിന്റെ അടിസ്ഥാനത്തിൽ എക്യുപ്മെന്റുകളെ ക്ലാസിഫൈ ചെയ്യുന്നതാണ് റാം. റിലയബിലിറ്റി, അവൈലബിലിറ്റി, മെയിൻ്റെനൻസ്, ടു പ്ലാൻ പർച്ചേസ് ഫാക്ടേഴ്സ് ആൻഡ് ഫങ്ഷനിങ് ആൻഡ് ദ മെയിൻ്റെനൻസ് കപ്പാസിറ്റി ഓഫ് ദ എക്യുപ്മെന്റ്. നമ്മുടെ എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കാറുണ്ട്? നിങ്ങൾ വീട്ടിലാണെങ്കിലും ഒരു ഫ്രിഡ്ജ് വാങ്ങാൻ അല്ലെങ്കിൽ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങാൻ പ്ലാൻ ചെയ്യാണ്, അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ നോക്കാറുണ്ട്? പുതിയ മോഡലാണോ അല്ലെ, പ്രൈസ്, പുതിയ ഫീച്ചേഴ്സ്, മോഡല് അല്ലെ, കപ്പാസിറ്റി അല്ലെ, വാറണ്ടി, ഗ്യാരണ്ടി അല്ലെ, എത്ര കപ്പാസിറ്റി അല്ലെ, എത്ര കപ്പാസിറ്റി, എത്ര കിലോഗ്രാം തുണി നമുക്ക് കഴുകാൻ സാധിക്കും അല്ലെ, ക്വാളിറ്റി, പല കാര്യങ്ങളും. സർവീസ് അല്ലെ, അവര് സർവീസ് ചെയ്യുന്നുണ്ടോ അല്ലെ, ചെയ്യോ? നമുക്ക് എന്തെങ്കിലും റിപ്പയറിങ് വന്നു കഴിഞ്ഞാൽ അതിന്റെ എന്താണ് പാർട്സുകൾ കിട്ടാനുണ്ടോ അല്ലെ, സ്പെയർ പാർട്സുകൾ കിട്ടാനുണ്ടോ അല്ലെ, ഇതൊക്കെ നോക്കിയിട്ടല്ലേ. അപ്പൊ അതെന്താ അങ്ങനെ അല്ലെ. പിന്നെ എന്ത് വേണം? നമ്മുടെ സാധനം ഒരു മെഷീൻ, ഒരു വാഷിംഗ് മെഷീൻ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനൊരു റിലയബിലിറ്റി വേണോ? ആ വാങ്ങുന്ന ഒരു പ്രോഡക്റ്റിനോട് വിശ്വസ്തത വേണം അല്ലെ, ആ കമ്പനിയോടും ആ ഒരു പ്രോഡക്റ്റിനോട് നമുക്കൊരു വിശ്വസ്തത വേണ്ടേ? എന്താണ്, നമുക്കിത് വാങ്ങിച്ചു കഴിഞ്ഞാല് എന്താണ് നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും അല്ലെ, പ്രവർത്തിപ്പിക്കാൻ പറ്റും, പരമാവധി നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു റിലയബിലിറ്റി വേണോ? കൂടാതെ എന്താണ് അവൈലബിലിറ്റി വേണം അല്ലെ, ലഭ്യത വേണം. അതിന്റെ എന്തെങ്കിലും കംപ്ലൈന്റ്സ് വന്നു കഴിഞ്ഞാല് അതുമായി ബന്ധപ്പെട്ട അതിന്റെ സ്പെയർ പാർട്സുകൾ അല്ലെ, അതിന്റെ ഭാഗങ്ങളൊക്കെ നമുക്ക് അവൈലബിലിറ്റി വേണോ, ലഭ്യത വേണം അല്ലെ. അല്ലെങ്കിൽ എന്ത് പറ്റും? നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങളുടെ സ്പെയർ പാർട്സുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാല് നമുക്ക് നന്നാക്കാൻ പറ്റൂലെങ്കിൽ നമുക്കത് പിന്നെ അത് യൂസ് ചെയ്യാൻ പറ്റുമോ? പിന്നെ അത് യൂസ് ചെയ്യാൻ പറ്റുമോ ആ ഒരു സാധനം? ഇല്ല. നമ്മ അത് എന്ത് ചെയ്യണം? സ്ക്രാപ്പിൽ കൊടുക്കണം അല്ലെ. പിന്നീട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതെ നമ്മ അത് സ്ക്രാപ്പിൽ കൊടുക്കേണ്ടതായി വരും അല്ലെ. അപ്പൊ അതിന്റെ ലഭ്യത ഉണ്ടായിരിക്കണം അല്ലെ. സ്പെയർ പാർട്സിന്റെ ആണെങ്കിലും ഇപ്പൊ നമുക്കൊരു സാധനത്തിനോട് വിശ്വസ്തത വന്നു, റിലയബിലിറ്റി വന്നു, പക്ഷെ നമുക്ക് വിപണിയിൽ നിന്ന് ആ സാധനം ലഭ്യമാവണ്ടേ നമ്മുടെ കൈകളിലേക്ക്? അപ്പൊ എന്തൊക്കെയാണ്? റിലയബിലിറ്റി. നമ്മൾ വാങ്ങുന്ന സാധനങ്ങളോട് ഒരു റിലയബിലിറ്റി, എക്യുപ്മെന്റുകളോട് ഒരു റിലയബിലിറ്റി വേണം. പിന്നെ അവൈലബിലിറ്റി വേണം. കൂടാതെ എന്താണ്? നമുക്ക് മെയിൻ്റെനൻസ് നടക്കണം അല്ലെ. സർവീസുകള്, വർഷമുള്ള സർവീസുകള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കണം. അപ്പൊ അങ്ങനെ എക്യുപ്മെന്റ്സിന് എന്താണ് നമ്മുടെ വിശ്വസ്തതയുടെ അടിസ്ഥാനത്തില്, അതിന്റെ ലഭ്യതയുടെ അടിസ്ഥാനത്തില്, മെയിൻ്റെനൻസിന്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് റാം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. പർച്ചേസിംഗ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? പർച്ചേസിംഗ് ഫാക്ടർ അല്ലെ, പ്ലാൻ ചെയ്യാനുള്ള പർച്ചേസിംഗ് ഘടകങ്ങളെ, നമ്മൾ വാങ്ങുന്നതിന്റെ ഘടകങ്ങളെ അടിസ്ഥാനമാക്കി, എക്യുപ്മെന്റുകളുടെ ഫങ്ഷൻസ്, പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനമാക്കി, അതിന്റെ കപ്പാസിറ്റിനെ അടിസ്ഥാനമാക്കിയിട്ടൊക്കെ നമ്മ ഓരോ സാധനങ്ങളെയും ക്ലാസിഫൈ, ഓരോ എക്യുപ്മെന്റുകളെയും, ഹോസ്പിറ്റലിലെ ഓരോ എക്യുപ്മെന്റുകളെയും ക്ലാസിഫൈ ചെയ്യുന്നതാണ് റാം ക്ലാസിഫിക്കേഷൻ. ഓക്കെ ആയോ?
ഫസ്റ്റ് വരുന്നത് ABC അനാലിസിസ്. എന്താണ്? ഒരു വെയർ ഹൗസിലെ അല്ലെങ്കിൽ ഒരു സ്റ്റോറിലെ സാധനങ്ങളെ എന്താണ് നമ്മ അതിന്റെ കോസ്റ്റിന്റെ ആനുവൽ നമുക്ക് ചെലവാകുന്ന അല്ലെ, ഒരു വർഷം നമുക്ക് ചെലവാകുന്ന കോസ്റ്റിന്റെ വിലയുടെ അടിസ്ഥാനത്തില് ആൽഫബറ്റിക് ഓർഡറിൽ ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് ABC ആനുവൽ വാല്യൂ കൺട്രോൾ അല്ലെങ്കിൽ ABC അനാലിസിസ് എന്ന് പറയുന്നത്. രണ്ടാമത് വരുന്നത് എന്താണ്? ഒരു ഐറ്റംസിനെ അതിന്റെ എന്താണ് ക്രിട്ടിക്കൽ നേച്ചർ അല്ലെ, അതിന്റെ എന്താണ് പ്രാധാന്യത്തിന്റെ അടിസ്ഥാനത്തില് ഐറ്റംസിനെ സ്റ്റോറിലെ അല്ലെങ്കിൽ വെയർ ഹൗസിലെ ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് വൈറ്റൽ, എസെൻഷ്യൽ ആൻഡ് ഡിസൈറബിൾ ക്ലാസിഫിക്കേഷൻ. വൈറ്റൽ എന്നാൽ എന്താണ്? ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനത്തിന് ഏറ്റവും കൂടുതൽ സുപ്രധാനമായിട്ടുള്ള അല്ലെ, ഒട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഐറ്റംസ്. എസെൻഷ്യൽ അല്ലെ, അത്യാവശ്യമായിട്ടുള്ള ഐറ്റംസ്. ആൻഡ് ഡിസൈറബിൾ അല്ലെ, അഭികാമ്യമായിട്ടുള്ള. അത് ഉണ്ടെങ്കിൽ എന്താണ് ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങള് അഭികാമ്യമായിരിക്കും അല്ലെ. അങ്ങനെയുള്ള ഐറ്റംസിനെയാണ് BED ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. മൂന്നാമത് വരുന്നത് എന്താണ്? ഒരു ഐറ്റംസിനെ മെറ്റീരിയൽസിനെ ഒക്കെ എന്താണ് നമ്മ അതിന്റെ പ്രൈസിന്റെ അടിസ്ഥാനത്തിൽ അല്ലെ, വിലയുടെ അടിസ്ഥാനത്തില് സ്റ്റോറിൽ ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് ഹൈ, മീഡിയം, ലോ ക്ലാസിഫിക്കേഷൻ XML ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതെന്തിനു വേണ്ടിയാ ഉപയോഗിക്കുന്നത്? ടു കൺട്രോൾ പർച്ചേസ്. വിലയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പർച്ചേസിംഗിൽ നിയന്ത്രണങ്ങൾ വരുത്താനായി സാധിക്കും അല്ലെ. ക്ലിയർ ആയോ? നെക്സ്റ്റ് പറയുന്നത് നാലാമത്തെ വരുന്നത് എന്താണ്? XYZ. എന്താണ്? ആ ഒരു പെർട്ടിക്കുലർ ഐറ്റത്തിന്റെ വാല്യൂ, മൂല്യത്തിന്റെ അടിസ്ഥാനത്തില് എന്താണ് സ്റ്റോറില് ക്ലാസിഫൈ ചെയ്യുന്നത്. ഇപ്പൊ നമുക്കറിയാം, നമുക്ക് ഹോസ്പിറ്റലിലെ നമുക്ക് ഈ സിറിഞ്ചുകള് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനങ്ങൾ ചിലപ്പോ എന്താണ് അത്രന്തേല വരില്ല, പക്ഷെ അതിന് മൂല്യം കൂടുതലായിരിക്കും അല്ലെ. ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മൂല്യം ഉണ്ടോ? ഉണ്ട്. അപ്പൊ അങ്ങനെ ഓരോ ഐറ്റത്തിന്റെയും വിലയുടെ അടിസ്ഥാനത്തിലല്ല, അതിന്റെ മൂല്യം അല്ലെ, അതിന്റെ പ്രാധാന്യത്തിന്റെ അടിസ്ഥാനത്തില് ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് XYZ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? നെക്സ്റ്റ് FSN. FSN എന്ന് പറഞ്ഞാല് ഇപ്പൊ സ്റ്റോറിലുള്ള ഐറ്റംസ് പെട്ടെന്ന് തീർന്നു പോകുന്നത് അല്ലെ, പെട്ടെന്ന് നമ്മ ഉപയോഗിക്കുന്നത്, ഒരുപാട് ചെലവാകുന്ന ഐറ്റംസ്, അതല്ലെങ്കിൽ എന്താണ് സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്നത് അല്ലെ, പെട്ടെന്ന് ഉപയോഗിക്കാതെ നമ്മ പതുക്കെ ഉപയോഗിക്കുന്ന സാധനം, പതുക്കെ തീർന്നു പോകുന്ന സാധനങ്ങള്. നെക്സ്റ്റ് നോൺ മൂവിങ്, ഒട്ടും ചെലവാവാതെ എന്താണ് അത് അവിടെ തന്നെ ഒബ്സലസെൻസ് അല്ലെ, കാലഹരണപ്പെട്ടു പോകുന്ന സാധനങ്ങളൊക്കെയാണ് FSN classification. ഫാസ്റ്റ് മൂവിങ്, സ്ലോ മൂവിങ് ആൻഡ് നോൺ മൂവിങ് ക്ലാസിഫിക്കേഷനിൽ ഉൾപ്പെടുത്തുന്നത്. നെക്സ്റ്റ് വരുന്നത് എന്താണ്? SDE. ഒരു സാധനം നമുക്ക് പർച്ചേസ് ചെയ്താൽ അത് കിട്ടാനുള്ള ലീഡ് ടൈമിന്റെ അടിസ്ഥാനത്തില് ക്ലാസിഫൈ ചെയ്യുന്നത് അല്ലെ. എസ് എന്ന് പറഞ്ഞാൽ ഒരു മെറ്റീരിയൽസ് നമുക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടാനുള്ള ദൗർലഭ്യം അല്ലെ, നമുക്ക് ഒരുപാട് കാലതാമസം എടുക്കുന്ന ഐറ്റംസ് ആണ് എസിൽ ഉൾപ്പെടുന്നത്. ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കിട്ടാനായിട്ട് ഡിഫിക്കൽറ്റി ഉണ്ട്, പക്ഷെ എന്താണ് സ്കെയേഴ്സിന്റെ അത്രയും അല്ലെ, എസിന്റെ അത്രയും നമുക്ക് എന്താണ് ഡിഫിക്കൽറ്റി വരുന്നില്ല. നെക്സ്റ്റ് ഇ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് അത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ലഭ്യമാകുന്ന സാധനങ്ങളെയാണ് SDE ക്ലാസിഫിക്കേഷനിൽ ഉൾപ്പെടുന്നത്. നെക്സ്റ്റ് GOLF. നമ്മ ഒരു സാധനം പർച്ചേസ് ചെയ്യുന്നത് അല്ലെ, ഓരോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്ന ഉറവിടം അല്ലെ, സോഴ്സിന്റെ അടിസ്ഥാനത്തില് ക്ലാസിഫൈ ചെയ്യുന്നതാണ് GOLF. GO എന്ന് പറഞ്ഞാല്, G എന്ന് പറഞ്ഞാല് ഗവൺമെന്റ്, ഓർഡിനറി, ലോക്കൽ ആൻഡ് ഫോറിൻ പർച്ചേസിംഗ്. നെക്സ്റ്റ് SOS. SOS എന്ന് പറഞ്ഞാൽ എന്താണ്? സീസണൽ, ഓഫ് സീസണൽ അല്ലെ, നമുക്ക് സീസൺ ആയിട്ട് ചില സമയത്ത് ചില ഇൻഫെക്ഷൻസ് അങ്ങനെയല്ലേ വരുന്നത് അല്ലെ. ഇൻഫെക്ഷൻസ് ആ സീസണിലെ ആ ഒരു പനി അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട്, മഞ്ഞപ്പിത്തം അല്ലെ, കോളറ, ന്യൂമോണിയ, അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ എന്ത് വരും? പെട്ടെന്ന് വരും അല്ലെ, ഒരു സീസണിലല്ലേ. അപ്പൊ അതിനു വേണ്ട എന്താണ് മെഡിസിനുകൾ, സാധനങ്ങൾ നമുക്ക് ആ സീസണിൽ ഒരുപാട് ചിലപ്പോൾ ഇറക്കേണ്ടി വരും അല്ലെ, പർച്ചേസ് ചെയ്യേണ്ടി വരാലോ.
ഡ്രസ്സുകളൊക്കെ. അപ്പൊ അങ്ങനെയുള്ള ഐറ്റംസിനെയാണ് സീസണൽ ആൻഡ് ഓഫ് സീസണൽ ക്ലാസിഫിക്കേഷനിൽ ഉൾപ്പെടുത്തുന്നത്. നെക്സ്റ്റ് എന്താണ്? എക്യുപ്മെന്റുകൾ. എന്താണ്? ഒരു ഹോസ്പിറ്റലിൽ പർച്ചേസ് ചെയ്യുമ്പോൾ എന്താണ്? എക്യുപ്മെന്റുകൾ പർച്ചേസ് ചെയ്യുമ്പോൾ അത് വൈറ്റൽ ആയിട്ടുള്ള ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾക്ക് സുപ്രധാനമായിട്ടുള്ള ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള എക്യുപ്മെന്റുകളാണോ അതോ നോർമൽ ആയിട്ടുള്ള എക്യുപ്മെന്റുകളാണോ എന്ന് ക്ലാസിഫൈ ചെയ്യുന്നതാണ് VEIN ക്ലാസിഫിക്കേഷൻ. നെക്സ്റ്റ് എന്ന് പറയുന്നത് എക്യുപ്മെന്റുകൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതിന്റെ എന്താണ് ഫാക്ടേഴ്സ് അല്ലെ, ഘടകങ്ങളുടെ റിലയബിലിറ്റി, വിശ്വസ്തതയുടെ അടിസ്ഥാനത്തില്, റിലയബിലിറ്റി അവൈലബിലിറ്റി, ലഭ്യതയുടെ അടിസ്ഥാനത്തില്, അതിന്റെ സർവീസ്, മെയിന്റനൻസ്, കപ്പാസിറ്റി എന്നതിന്റെ അടിസ്ഥാനത്തില് ക്ലാസിഫൈ എക്യുപ്മെന്റുകളെ ക്ലാസിഫൈ ചെയ്യുന്നതാണ് റാം ക്ലാസിഫിക്കേഷൻ. ക്ലിയർ ആയോ? ഇത് ഓക്കെ ആയോ എല്ലാവർക്കും? മിസ് ഇന്നെടുത്ത ഭാഗം ഒന്ന് 2 മിനിറ്റ് ഒന്ന് നോക്കി നോക്കിയേ, നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് വരാം, അതുകൊണ്ടാണ് മിസ് പറയുന്നത്. ഒന്ന് 2 മിനിറ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. എല്ലാവരും എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിക്കാം. HML എന്ന് പറഞ്ഞാല് എന്താണ്? നമ്മൾ സ്റ്റോറിലുള്ള ഐറ്റംസ് അല്ലെ. നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിന്റെ സ്റ്റോറിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ടാവുമല്ലോ, ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും അല്ലെ. അപ്പൊ അതിന്റെ കോസ്റ്റ്, പ്രൈസ് അല്ലെ, വിലയുടെ അടിസ്ഥാനത്തില് ഹൈ പ്രൈസ് വരുന്ന സാധനങ്ങള്, മീഡിയം പ്രൈസ് വരുന്ന സാധനങ്ങള്, ലോ പ്രൈസ് വരുന്ന സാധനങ്ങള്, അങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നതാണ് HML ക്ലാസിഫിക്കേഷൻ. ഹൈ പ്രൈസ്, മീഡിയം പ്രൈസ്, ലോ പ്രൈസ്. ക്ലിയർ ആയോ? ഗോൾഫ് എന്ന് പറഞ്ഞാല് നമ്മ ഒരു ഹോസ്പിറ്റലിൽ ചിലപ്പോ എന്താണ് സാധനങ്ങൾ പല രീതിയിലായിരിക്കും അല്ലെ, പല സ്ഥലത്ത് നിന്നല്ലേ അവർ പർച്ചേസ് ചെയ്യുന്നത് അല്ലെ, അല്ലെ ആണോ? പല സ്ഥലങ്ങളിൽ നിന്ന് അല്ലെ ലോക്കൽ പർച്ചേസ് നടക്കുന്നു അല്ലെ. നമ്മ വീടുകളിലാണെങ്കിലും നമ്മ സാധനങ്ങൾ എങ്ങനെയാ പല രീതിയിൽ പർച്ചേസ് ചെയ്യില്ലേ. ലോക്കൽ പർച്ചേസ് ഉണ്ടാവും, ഓർഡിനറി പർച്ചേസ് ഉണ്ട്, നമ്മുടെ പ്രാദേശികമായിട്ടുള്ള അല്ലെ, നമ്മുടെ തൊട്ടടുത്ത് നിന്ന് വാങ്ങും. അതല്ലെങ്കിൽ നമ്മൾ എന്താണ് ഓർഡിനറി ആയിട്ട് അല്ലെ, പുറത്തുനിന്ന് പോകുമ്പോൾ വാങ്ങും, അല്ലെങ്കിൽ നമ്മൾ ഫോറിൻ കൺട്രീസിലേക്ക് വിസിറ്റ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് വാങ്ങും അല്ലെ. പല രീതിയിൽ പർച്ചേസ് ചെയ്യാലോ. അതല്ലെങ്കിൽ എന്താണ് ഗവൺമെന്റിൽ നിന്ന് നമുക്ക് ചിലപ്പോ എന്താണ് ചില സമയത്ത് അവര് എന്താണ് ഡിസ്കൗണ്ടുകളൊക്കെ തരാറുണ്ടല്ലോ ചില സമയത്ത് ഗവൺമെന്റിൽ നിന്ന്, ഈ കുടുംബശ്രീ അങ്ങനെയുള്ള ആ ഒരു സെക്ഷനിൽ കൂടിയൊക്കെ. അപ്പൊ അങ്ങനെ പർച്ചേസിങ് നടത്താറുണ്ടോ സാധനങ്ങൾ? അങ്ങനെ വാങ്ങാറില്ലേ? ആ
അപ്പൊ നമ്മ ഇത്ര പല രീതിയിൽ പർച്ചേസ് ചെയ്ത് അല്ലെ, പല രീതിയിൽ പല സ്ഥലങ്ങളിൽ നിന്ന് പല സോഴ്സിൽ നിന്നല്ലേ വാങ്ങുന്നത്. ലോക്കലായിട്ട് വാങ്ങി, ഓർഡിനറി ആയിട്ട് വാങ്ങി, ഗവൺമെന്റിൽ നിന്ന് വാങ്ങി, ഫോറിൻ കൺട്രീസിൽ നിന്ന് വാങ്ങി അല്ലെ. അപ്പൊ എന്താണ്, ഓരോ സാധനങ്ങളും നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഉറവിടം അല്ലെ, എവിടെയെന്ന് ഗവൺമെന്റിൽ നിന്നാണോ വാങ്ങിയത്, ഓർഡിനറി ആയിട്ടാണോ വാങ്ങിയത്, ലോക്കൽ ആയിട്ടാണോ വാങ്ങിയത്, അല്ലെങ്കിൽ ഫോറിൻ കൺട്രീസിൽ പുറത്തു നിന്ന് നമ്മൾ ഇറക്കുമതി ചെയ്തതാണോ അല്ലെ, വാങ്ങിച്ചതാണോ എന്നതിന്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, GOLF ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഈ ഗവൺമെന്റിൽ ഇത്ര രൂപ സബ്സിഡി നിരക്കിലൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് പറയാറില്ലേ, സബ്സിഡി നിരക്കിൽ അല്ലെ. വെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മ എക്യുപ്മെന്റുകൾ പർച്ചേസ് ചെയ്യുമ്പോൾ വൈറ്റൽ ആയിട്ടുള്ള അല്ലെ, ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾക്ക് സുപ്രധാനമായിട്ടുള്ള എക്യുപ്മെന്റ് ആണോ, അതല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള സാധാരണ ആയിട്ടുള്ള എക്യുപ്മെന്റുകളാണോ എന്ന് ക്ലാസിഫൈ ചെയ്യുന്നതാണ് വെയിൻ ക്ലാസിഫിക്കേഷൻ. നമ്മുടെ വെയിനും റാമും എക്യുപ്മെന്റ്സുകളെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത് കേട്ടോ. ക്ലിയർ ആയത്? വെയിൻ ABC എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിലെ സ്റ്റോറിലുള്ള ഐറ്റംസിനെ അതിന്റെ കോസ്റ്റിന്റെ, അതിന് എത്ര രൂപ ആനുവല്, ഒരു വർഷം എത്ര രൂപ കോസ്റ്റ് വരും എന്നതിന്റെ അടിസ്ഥാനത്തിൽ ആൽഫബറ്റിക് ഓർഡറിൽ ക്ലാസിഫൈ ചെയ്യുന്നതാണ് ABC അനാലിസിസ്. ABC അനാലിസിസ് നിങ്ങൾക്ക് ഇനി പഠിക്കാനുണ്ട് കേട്ടോ, അതാണ് മിസ് കൂടുതൽ ഡീറ്റെയിൽസ് പറയാത്തത് കണ്ടോ. ABC അനാലിസിസ് എന്താണ്, ഐറ്റംസ് എന്താണ് എന്നൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഇനി പറയുന്നുണ്ട്. അപ്പൊ മിസ് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കറക്റ്റ് ആവും കേട്ടോ. ബാക്കിയൊക്കെ ഓക്കെ ആയോ? അപ്പൊ ഇനി ഒന്നുകൂടെ നോക്കാം കേട്ടോ, മറന്നു പോകരുത്, ഒന്നുകൂടെ നോക്കാം. അപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു ഓൾ.